കർത്താവ് വചനം തരുന്ന നാളുകളിൽ അത് സ്വീകരിക്കണം. തിരുസഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും. അത് വിശ്വാസ ത്യാഗത്തിന്റെ കാലമായിരിക്കും. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. അതായത് വിശ്വാസമുള്ളവരെന്ന് കരുതുന്നവർ, വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചവർ, വിശ്വാസം ഉണ്ടാകേണ്ടവർക്ക് വിശ്വാസം വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോകുന്നൊരു കാലം, ഹൃദയത്തിൽ വിശ്വാസം അറ്റുപോകുന്നൊരു കാലം. വിശ്വാസമുള്ളവർ, വൈദികര്, സന്യസ്തര്, പിതാക്കന്മാര്, നേതാക്കന്മാര്, കാറ്റക്കിസ്റ്റുകള്, ഉപദേശകര്, ശുശ്രൂഷകര്, വിശ്വാസം ഉണ്ടെന്ന് ജനം വിചാരിക്കുന്ന ആളുകളുടെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം. അതാണ് സഭയുടെ അന്തിമ പരീക്ഷണ ഘട്ടത്തിന്റെ 7 അടയാളങ്ങളിൽ ഒരടയാളം. അപ്പൊ ആ വിശ്വാസത്യാഗത്തിൽ വചനം ഇല്ലാതാവും, വചനത്തിന് വിലയില്ലാതാവും, വചനം കേൾക്കാൻ പറ്റാതാവും, ഇനി വചനം വായിക്കാൻ പറ്റാതെ പോലും ആവും. ഇപ്പോൾ സമൃദ്ധിയുടെ കാലമാണ്, ഇനി ക്ഷാമത്തിൻ്റെ ഒരു കാലം വരും. ജോസഫ് ഫറവോയോട് പറഞ്ഞത് അതാണ്. ഇപ്പോൾ സമൃദ്ധിയുടെ കാലം, സമൃദ്ധിയുടെ കാലത്ത് ഇഷ്ടം പോലെ ശേഖരിച്ചോണം. ഇനി വരാൻ